Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അളന്നെടുക്കുകയാണ്. 2 കപ്പ് ടൈറ്റായിട്ട് പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ടൈറ്റ് ചെയ്തത് രണ്ടാമത്തെ കപ്പും ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഇനി 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കിലേക്ക് ക്യാരറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് സാധാരണ പഞ്ചസാരയും 1/4 കപ്പ് ബ്രൗൺ ഷുഗറും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ടേസ്റ്റ്, ഒരു കാരമൽ ടേസ്റ്റും നല്ല മധുരവും ഒക്കെ തരും. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരു 3/4 കപ്പ് എണ്ണ വേണം. ആദ്യം ഒരു 1/2 കപ്പിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 1/2 കപ്പ്, ഇത് 1/4, അങ്ങനെ 3/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കട്ടയുണ്ട്, ബ്രൗൺ ഷുഗറിൽ എപ്പോഴും കട്ടയുണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് അഴിച്ചിട്ടൊന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു 2-3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഇത് വലിയ ബീറ്റിംഗ് പരിപാടിയുള്ളതൊന്നുമല്ല. ഇതിലേക്ക് ഞാൻ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. മുട്ടയും ഒന്ന് ഉടച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വാനില എസൻസ് ആണ്. അപ്പോൾ ഞാൻ വീഡിയോ ഉടനെ തന്നെ ഇടാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്. നല്ല പ്യുവർ വാനില ബീൻസ് വാങ്ങി ഞാൻ തന്നെ വീട്ടിൽ ചെയ്ത വാനില എസൻസ് ആണ് കേട്ടോ ഇത്. എൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേകം തന്നെയാണ്. അപ്പോൾ മുട്ട ആഡ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മിക്സ്ചർ കുറച്ച് ഹെവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണോളം കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി, ജസ്റ്റ് ആ മഞ്ഞ ഭാഗം മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലൊരു വ്യത്യാസം വരും കേട്ടോ ഓറഞ്ചിൻ്റെ തൊലി ആഡ് ചെയ്യുമ്പോൾ. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ വരുന്ന മാതിരി നട്ട്മെഗ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അതുമാതിരി ഒരു 2 ടീസ്പൂൺ പട്ടപ്പൊടി, അതാണ് അതിൻ്റെ ഫ്ലേവർ തരുന്നത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഒരു 2 നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്, ജസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അരപ്പയിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന്, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്ററൊന്നും അല്ല. 2-3 പ്രാവശ്യം ഇടുക. ഇതെല്ലാം ഒരു പാനിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് ബേക്കിംഗ് സോഡയാണ്. അത് 1 ടീസ്പൂൺ വേണം. അതും നമുക്ക് അളന്നെടുത്തിട്ട് ഒരു അരിപ്പ, ഇതിലെപ്പോഴും കട്ടകളുണ്ടാവും. അപ്പോൾ നമുക്കൊരു അരിപ്പയെ കൂടെ ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മൾ കുറച്ച് 1 ടേബിൾ സ്പൂൺ മൈദയിൽ ക്യാരറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്തിട്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എൻ്റെ സ്ലാബ് കുറച്ച് മെസ്സിയാണ്, പ്ലീസ് ഇഗ്നോർ ദാറ്റ്. പക്ഷേ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഞാൻ ഒരു കേക്ക് പാന ലൈൻ ചെയ്ത പാർച്ച്മെൻറ്റ് പേപ്പർ ലൈൻ ചെയ്ത അടിയിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഒഴിച്ചിട്ട്
ഞാൻ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്ത് എടുക്കാം. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കേക്ക്. കാണുന്നുണ്ടല്ലോ, ഓരോ ബൈറ്റിലും നമുക്ക് ക്യാരറ്റ് കഴിക്കാൻ കിട്ടും. ക്യാരറ്റിൻ്റെ ഫ്ലേവർ വരും. പിന്നെ നമ്മൾ ആ ഒരു ചെറിയൊരു ഹിൻറ്റ് ഓഫ് ഓറഞ്ച് സെസ്റ്റ് ആഡ് ചെയ്തത് ഇതിൽ വലിയൊരു ചേഞ്ച് വരുത്തുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇതാ ടിന്നിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ബേക്ക് ചെയ്യാൻ പോകണം. ഞാൻ പറഞ്ഞ പോലെ 180 ഡിഗ്രി സെൽഷ്യസിൽ അരമണിക്കൂർ ടൂത്ത് പിക്ക് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയായി. ബേക്ക് ചെയ്ത ശേഷം നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ചൂടാറാൻ വെച്ചു. എന്നിട്ട് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് കൂടെ ചെയ്യാം. ഞാനൊരു തിൻ ലെയറാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തിക്ക് ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്ന അളവിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമുക്കിത് നീക്കി വെച്ചിട്ട് മിക്സിങ് സാധനങ്ങളിലേക്ക് പോവാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് പഞ്ചസാര, അതായത് ഐസിങ് ഷുഗറാണ്, പൊടിച്ച പഞ്ചസാരയാണ്. നമ്മൾ സാധാരണ പൊടിച്ച പഞ്ചസാരയും ഐസിങ് ഷുഗറും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കോൺഫ്ലോർ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി കുറച്ച് വെണ്ണ, നമുക്ക് ഒരു നുള്ള അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പട്ടപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ക്രീം ചീസാണ്. നമുക്ക് ക്രീം ചീസ് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ആക്ച്വലി ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. പണ്ടൊക്കെ ഞാൻ ക്രീം ചീസ് വീട്ടിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് ഏകദേശം 200 ഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ഒരു അളവിന് ഒരു എറുമ്പ് പെട്ടിരിക്കുന്നു. ഈ ഒരു അളവിന് നമുക്ക് ഒരു 100 ഗ്രാം മതിയാവും. ഇപ്പോൾ 1 കപ്പ് ഐസിങ് ഷുഗറിന് ഒരു 100 ഗ്രാം ക്രീം ചീസ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറേ നേരമായി എടുത്ത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എടുത്ത് വെച്ചതാണ്. വെണ്ണയും സോഫ്റ്റാണ്. അപ്പോൾ ക്രീം ചീസ് ഏകദേശം 100 ഗ്രാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോസ്റ്റിംഗ് റെഡിയായി. കേക്ക് നല്ലോണം ചൂടാറിയിട്ട് വേണം ഫ്രോസ്റ്റിംഗ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടല്ലേ, വളരെ ഈസിയാണ്. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് യോജിച്ച് വരണം കേട്ടോ. അതുവരെ നമുക്ക് മിക്സ് ചെയ്യാം. ഒരു മെയിൻ സാധനം ആഡ് ചെയ്യാൻ വിട്ടുപോയി. നമുക്കിതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് 1 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതെങ്ങാനും കുറച്ച് തിക്കാണ്, മിക്സ്ചർ ഭയങ്കര തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അത്ര ഫാൻസി ആയിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം ഇത് അത്ര തിക്കല്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് തിക്കായിട്ട് വരുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടെ ഒന്ന് സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് റെഡിയായി. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.